ഇന്നത്തെ വീഡിയോ മണ്ണ് കയ്യാൽ നിർമ്മാണം അതിൻ്റെ അളവുകൾ എങ്ങനെയാണ് എടുക്കുന്നത്, അതെങ്ങനെയാണ് ഫോമിൽ പൂരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മെർത്തമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് അനുബന്ധം 2 വർക്കോട് എഴുതാം, പ്രവൃത്തിയുടെ പേര് എഴുതാം, മേറ്റിൻ്റെ പേര്, മസ്ട്രോൾ നമ്പർ, പിന്നെ വ്യക്തിഗത ഗുണഭോക്താവിൻ്റെ പേര് എന്ന് പറയുമ്പം ഏത് വീട്ടിലാണോ പണിയെടുക്കുന്നത് ആ വീട്ടുടമസ്ഥൻ്റെ പേര് എഴുതാം. പിന്നെ അംഗങ്ങളുടെ പേര് എഴുതാം, തൊഴിലാളികളുടെ പേര്. 10ൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ബാക്കി സൈഡിലോട്ട് എഴുതാം. പിന്നെ മസ്ട്രോൾ കാലയളവ്, പണി തുടങ്ങുന്നതിൽ കഴിയുന്നവരുള്ള ഡേറ്റ്. എർത്തമെൻറ്റിനാന്ന് പറയുന്നത് അപ്പം സ്പെസിഫിക്കേഷനിൽ 80 TM A221 എന്ന് എഴുതാം. എർത്തമെൻറ്റിനാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ സൈഡിൽ പണിയെടുക്കുന്ന ഏത് ഡേറ്റിലാണ് പണിയെടുക്കുന്നത് ഡേറ്റ് എഴുതാം, എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് അവരുടെ എണ്ണം കൂടി സൈഡിൽ എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ എർത്തമെൻറ്റ് വരുന്നത്. ഇതിൻ്റെ താഴ്വശം ഇത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴ്വശം 70 cm ആണ് വീതി വരുന്നത്. ഇതിങ്ങനെ നമ്മൾ മേലേക്ക് ചെരിച്ച് വേണം കെട്ടാൻ. ചെരിച്ച് കെട്ടുമ്പം ഇത് വീതി കുറഞ്ഞ് മേലെ എത്തുമ്പം 50 വീതി വേണ്ടത്. 75 cm ആണ് ഹൈറ്റ് വേണ്ടത്. 75 cm ഹൈറ്റിലാണ് നമ്മൾ കെട്ടേണ്ടത്. അടിവശത്തെ വീതി 70 വേണം. എന്നിട്ട് നമ്മൾ സ്ലോപ്പായിട്ട് മേലോട്ട് ചെരിഞ്ഞ് രീതിയിൽ കെട്ടുമ്പം മേലേക്ക് മുകൾ ഭാഗത്ത് 50 cm ആണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നീളത്തിൽ കെട്ടി വരുന്നതാണ്. എൻ്റെ മേലത്തെ വീതി 50 cm ആയിരിക്കും, അടിവശത്തത് 70 ആയിരിക്കും. അപ്പം ഒരാൾ 2.3 മീറ്റർ എടുക്കണം എന്നാണ്. ഒരാൾ 2.3 മീറ്റർ നീളത്തിലാണ് എടുക്കേണ്ടത്. അതോരോ എസ്റ്റിമേറ്റ് പ്രകാരമായിരിക്കും. ചില എസ്റ്റിമേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2.3 മീറ്ററാണ് ഒരാൾ എടുക്കേണ്ടതെങ്കിൽ 15 ആൾക്കാരെന്ന് പറഞ്ഞില്ലേ, ഈ ദിവസം 15 ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരാൾ 2.3 മീറ്റർ ആണെങ്കിൽ 15 ആൾക്കാരാകുമ്പോൾ 15 × 2.3 ടോട്ടൽ 34.5 മീറ്റർ വീതിയിലാണ് ആ ദിവസം പണിയെടുക്കേണ്ടത്. 15 ആൾക്കാരാണെങ്കിൽ ഒരാൾ 2.3 മീറ്റർ നീളത്തിലാണ് ബണ്ട് കെട്ടേണ്ടത്. അപ്പോൾ നീളത്തിൻ്റെ കോളത്തിൽ 34.5 മീറ്റർ എഴുതാം. 34 എഴുതാം. പിന്നെ വരുന്നത് വീതിയാണ്. വീതി ഞാൻ പറഞ്ഞു, അടിവശത്ത് വരുന്നത് 70 cm മേലെ 50 cm ആണ് വീതി വരുന്നത്. അപ്പോൾ നമ്മൾ വീതിയുടെ കോളത്തിൽ അതിൻ്റെ ആവറേജ് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അടിവശത്ത് 70 cm 0.7 മീറ്റർ എന്ന് വരും. മേലെ വരുന്നത് 50 cm ആണ്. അപ്പം അതിൻ്റെ പകുതി ആവറേജ് 0.6 എന്ന് വേണം നമ്മൾ ഫോമിൽ എഴുതുമ്പോൾ വീതിയുടെ കോളത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. അതായത് അടിവശത്ത് 70 cm മേലെ 50 cm ആണ് വരുന്നത്. അപ്പം അതിൻ്റെ ആവറേജ് വരുന്നത് 60 ആണ്. 60 cm ആണ് ആവറേജ് വരുന്നത്. പിന്നെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.6 ആവും. 0.6 എന്ന് വേണം വീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഹൈറ്റ് വരുന്നത് 75 cm ആണ്. അപ്പോൾ 0.75 മീറ്റർ ആവും. ഹൈറ്റ് വരുന്നത് 75 cm ആണ്. അപ്പം ഒരാൾ 2.3 മീറ്റർ ആണ് കെട്ടേണ്ടത്. 2.3 മീറ്റർ നീളത്തിൽ. അപ്പോൾ 15 ആൾക്കാർ വരുമ്പോൾ നീളം കൂടി വരും. 34.5 മീറ്റർ നീളത്തിൽ കെട്ടണം. അങ്ങനെയാണ് ഇപ്പോൾ ഫോമിൽ എഴുതേണ്ടത്. ഇതിപ്പം 20 ആൾക്കാരാണെന്നുള്ളതെങ്കിൽ 20 × 2.3 46 മീറ്റർ നീളം വരും. ഇനി മൊത്ത അളവിൽ ഇത് 3 ഇൻറ്റു ചെയ്തിട്ട് എഴുതാം. 34.5 × 0.6 × 0.75 0.6 × 0.75. മൊത്തം അളവിൽ എന്ത് വരും? 15.525 എന്ന് വരും. അപ്പോൾ ഇത്ര അളവിലാണ് നമ്മൾ 15 ആൾക്കാർ വരുമ്പം ഇത്ര അളവിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അത്ര അളവിൽ തന്നെ എടുത്തിട്ട് പൂർത്തീകരിച്ച അളവിൽ
അത് മാറ്റി എഴുതാം. ഇപ്പം അടുത്ത ദിവസത്തെ എഴുതാന്നെങ്കിൽ ഇപ്പോൾ 15-ാം തീയതി 18 ആൾക്കാരുണ്ടായെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അതേ കോഡ് എഴുതാം. ഇവിടെ വീതിയെല്ലാം സെയിം ആണ്, വീതിയും ഹൈറ്റും സെയിം ആണ് വരുന്നത്, നീളം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ 18 ആൾക്കാരാകുമ്പം ഒരാൾ 2.3 ആകുമ്പോൾ 18 ആൾക്കാർ വരുമ്പോൾ 41.4 മീറ്ററാണ് വരുന്നത്. അപ്പം നീളത്തിൻ്റെ കോളത്തിൽ 41.4 മീറ്റർ എഴുതാം. ഇത് മൊത്ത അളവിൽ 41.4 × 0.6 × 0.75 18.63. അങ്ങനെ ഓരോ ദിവസത്തെയും എഴുതി പോവാം. ഇങ്ങനെയാണ് എർത്തമ്മൻ്റെ അനുബന്ധം 2 ഫോമിൽ എഴുതേണ്ടത്. അനുബന്ധം 3 ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ഫോം എടുക്കാം. ഒരു സെയിം ആണ് എടുത്ത വാല്യൂ, ഫോം സെയിം ആണ്, അനുബന്ധം 3 എന്ന് വരുന്നതേ ഉള്ളൂ. അപ്പം മൂന്നാമത്തെ ഫോം എഴുതുമ്പം സ്പെസിഫിക്കേഷനിൽ എന്ത് എഴുതാം? 80 TM A221 എഴുതാം. അനുബന്ധം 3 എന്ന് പറയുന്നത് നമ്മൾ അനുബന്ധം 2-ൽ എഴുതിയത് ആഡ് ചെയ്തിട്ട് എഴുതുന്നതാണ് അനുബന്ധം 3-ൽ. അപ്പം അനുബന്ധം 2 നോക്കാം. ഇപ്പം 2 ദിവസമാണ് പണിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ നീളത്തിൻ്റെ കോളത്തിൽ ആ 2 ദിവസത്തെ നീളം ആഡ് ചെയ്തിട്ട് എഴുതാം. ഇപ്പോൾ ഇവിടെ വരുന്നത് 41.4 34.5 മീറ്ററാണ്, 34.5 ആണ്. അപ്പം 2 ദിവസമാണ് പണിയെടുത്തിട്ടില്ലെങ്കിൽ 2 ദിവസത്തെ നീളം ആഡ് ചെയ്തിട്ട് അനുബന്ധം ഫോം 3-ൽ എഴുതാം. അപ്പോൾ 75.9 വന്നു. അപ്പോൾ നീളത്തിൻ്റെ കോളത്തിൽ 75.9 നമ്മൾ എഴുതേണ്ടത്. പിന്നെ വരുന്നത് വീതിയും ഉയരവുമാണ്. അപ്പം നമ്മൾ അനുബന്ധം ഉയരവുമാണ്. അപ്പം നമ്മൾ അനുബന്ധം 2 ഫോം നോക്കിയാൽ അറിയും വീതിയും ഉയരും 2 സ്ഥലത്തും സെയിം ആണെന്നല്ല വരുന്നത്, 2 ദിവസവും സെയിം ആണ് വരുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ ദിവസം പണിയെടുത്താലും മൂന്നാമത്തെ ദിവസവും വീതിയും ഉയരും സെയിം ആയിരിക്കും. നീളത്തിൽ മാത്രമേ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നില്ലോ. മൂന്നാമത്തെ ഫോം എഴുതുമ്പോൾ നമ്മൾ വീതിയും ഉയരും സെയിം ആയതുകൊണ്ട് 0.6 0.75 അങ്ങനെയാണ് എഴുതേണ്ടത്. നീളം മാത്രമാണ് അനുബന്ധം 2 ഫോം നോക്കിയിട്ട് നമ്മൾ ഓരോ ദിവസത്തെയും ആഡ് ചെയ്ത് എഴുതേണ്ടത്. വീതി ഉയരും സെയിം വരുന്നതുകൊണ്ട് മൂന്നാമത്തെ ഫോമിലും സെയിം തന്നെ എഴുതാം. ഇനി ഇത് 3 മിനിറ്റ് എഴുതിയിട്ട് വേണം മൊത്തളവിൽ എഴുതാൻ. 75.9 × 0.6 × 0.75 അപ്പം 34.155 എന്ന് വരും. 34.155. അപ്പം അനുബന്ധം 3 ഫോം എഴുതാൻ ഇത്രയേ ഉള്ളൂ. ആകെ നമുക്ക് ഒറ്റ വരി എഴുതാനില്ലോ. അനുബന്ധം 2 ഫോമിൽ നമ്മൾ എത്ര ദിവസമാണോ പണിയെടുത്തിട്ടുള്ളത് ആ ദിവസത്തെയെല്ലാം ഓരോ ദിവസത്തെയും നീളം കൂട്ടിയിട്ട് മൂന്നാമത്തെ ഫോമിൽ നീളത്തിൽ എഴുതാം. വീതിയും ഉയരും സെയിം ആണ് വരുന്നത്. രണ്ടാമത്തെ ഫോം നമ്മൾ എഴുതിയാൽ വീതി ഉയരം എല്ലാം സെയിം ആണ് വരുന്നത്. അപ്പോൾ അതേ വീതി ഉയരം തന്നെ മൂന്നാമത്തെ ഫോമിൽ എഴുതാം. എന്നിട്ട് 3 കൂടി ഇൻറ്റു ചെയ്തിട്ട് വേണം മൊത്ത അളവിൽ എഴുതാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.